ആദ്യം ശ്രീ ജിജി ജോസഫ്, ഇന്ന് പ്രതിപക്ഷ നേതാവ് മുനമ്പം സന്ദർശിക്കുകയുണ്ടായി. ഇന്ന് മുനമ്പത്തൊരു വ്യത്യസ്തമായ സമരമായിരുന്നു. അവിടെ പട്ടിണി കിടന്നുള്ള സമരമായിരുന്നു മുനമ്പം ജനതയുടേതെങ്കിൽ അവിടെ ഇന്ന് ആരും പ്രസംഗിച്ചില്ല. അവിടെ പാട്ടും ഇവർക്ക് ആശംസ നേർന്നുകൊണ്ടുള്ള മറ്റ് പല കാര്യങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ആർക്കും പ്രസംഗിക്കുവാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവിന് അവിടെ പ്രസംഗിക്കുവാൻ സാധിച്ചില്ല. പക്ഷേ അതിനുശേഷം പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം ആവർത്തിക്കുകയാണ് 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നതാണ് എന്ന്. നിങ്ങൾക്ക് ആ നിലപാടിനോട് യോജിപ്പുണ്ടോ? അല്ല, മുനമ്പത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് എന്നും പറയുന്ന ഒരു കാര്യമാണ് 10 മിനിറ്റ് കൊണ്ട് ഇത് പരിഹരിക്കാമെന്ന്. ഞാൻ ചോദിക്കുന്നത്, ഇത് വഖഫിന്റെ ഭൂമിയാണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കാൻ UDF ഇതുവരെ പറ്റിയിട്ടില്ല. ആദ്യം ഇദ്ദേഹം പറഞ്ഞത് ഇത് വഖഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഇദ്ദേഹം പറഞ്ഞു ഞാൻ പണ്ഡിതനല്ല എന്ന് പറഞ്ഞു. പണ്ഡിതനല്ല എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ ആളുകൾ, അവിടുത്തെ KM ഷാജിയും അതുപോലെ അവരുടെ MP-യും ET മുഹമ്മദ് ബഷീറും സംസാരിച്ചതിന് ശേഷമാണ് ഇദ്ദേഹം ഈ നിലപാട് മാറ്റിയത്. ഞാൻ പണ്ഡിതനല്ല, അത് നോക്കിയിട്ടില്ല, അതുകൊണ്ട് അറിയില്ല എന്ന രീതിയിൽ ഒന്ന് ഒഴുക്കം മട്ടിൽ പറഞ്ഞു. പിന്നീട് അദ്ദേഹം പറഞ്ഞത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന് കോടതി പരിശോധിക്കട്ടെ എന്നാണ്. അതിനാണെങ്കിൽ എന്തിനാണ് ജനങ്ങള് ഈ മുനമ്പംകാരോടൊപ്പമാണ് എന്ന് പറയേണ്ട ആവശ്യം എന്താണ് ഇരിക്കുന്നത്? ഈ മുനമ്പത്ത് വന്ന് ഈ നാടകങ്ങൾ മുഴുവൻ കളിക്കേണ്ട ആവശ്യം എന്താണോ ഉള്ളത്? അല്ല, അതേപോലെ മറ്റൊരു കാര്യം പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞ മറ്റൊരു കാര്യം, അത് വസ്തുതകൾ ഉള്ള ഒരു കാര്യം കൂടിയാണല്ലോ. സർക്കാർ കോടതിയിൽ പറയാൻ പോവുകയാണ് കരം അടയ്ക്കുവാനുള്ള അവസരം നൽകുന്നതിൽ എതിർപ്പില്ല സർക്കാരിനെ എന്ന്. അത് സത്യവാങ്മൂലത്തിലൂടെ നൽകാൻ പോകുന്നു കോടതിയുടെ അവധി കഴിഞ്ഞതിന് ശേഷം. അവിടെ അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇങ്ങനെ സർക്കാർ നേരത്തെ അനുമതി നൽകിയതാണ്, അതിനാണല്ലോ കോടതിയിൽ നിന്ന് സ്റ്റേ വന്നത്. അവസാനം അങ്ങനെയാണല്ലോ ആ നിയമ പോരാട്ടത്തിന്റെ ഒരു അവസാന ഭാഗം എന്ന് പറയുന്നത് അതാണല്ലോ ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള കോടതിയുടെ നടപടി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി സത്യവാങ്മൂലവുമായി സർക്കാർ ചെല്ലുമ്പോൾ സർക്കാർ നേരത്തെ ഇറക്കിയ 2 ഉത്തരവുകൾ അതിൽ അപാകതകളുണ്ട്. അതുകൊണ്ട് കോടതിയിലേക്ക് അതുമായി ചെല്ലുമ്പോൾ തിരിച്ചടി ഉണ്ടാവുമെന്ന മുന്നറിയിപ്പ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് നൽകുന്നുണ്ട്. അത് വാസ്തവമുള്ളതല്ലേ? അല്ലെന്ന്. ഈ കോടതിയിലേക്ക് ഈ വിഷയവുമായി ചെന്നിട്ട് ഇപ്പോൾ ഇവരെന്താ പറയുന്നത്? ഞങ്ങള് നിങ്ങൾക്ക് കരമടയ്ക്കാനുള്ള സംവിധാനം തരാം, അതിനു വേണ്ടിയിട്ടാണ് കോടതിയിൽ സത്യവാങ്മൂലം കൊടുക്കാൻ വേണ്ടി പോകുന്നത്. കരമടക്കുന്നതിനെ കുറിച്ച് ഇവരുടെ മന്ത്രി, വഖഫിന്റെ മന്ത്രി എന്താ പറഞ്ഞത്? അതൊരു ഫിസിക്കൽ എക്സസൈസ് ആണ്, അതുകൊണ്ട് അത് നികുതി വരുമാനത്തിൽ കുറവ് വരാതിരിക്കാൻ വേണ്ടി ഈ മുനമ്പൻ ജനത്തിന്റെ കയ്യിൽ നിന്ന് അവസാനമായി വീണ്ടും പിഴഞ്ഞെടുക്കുകയാണ് എന്നാണ് പറയുന്നത്. അല്ലാതെ ഇത് ശാശ്വതമായി കരമടച്ചത് കൊണ്ട് അവരുടെ ഭൂമി ആകുമെന്ന് ഒരാളും പറയുന്നില്ല. ഈ കാണിക്കുന്ന 2 പേരും കാണിക്കുന്ന തട്ടിപ്പ. ഒരാൾ പറയുന്നത് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന മുനമ്പം സമരവേദിയിൽ വന്ന് എല്ലാ MLA-മാരെയും കൂട്ടി പറയുന്നു. ഇവര് പറയേണ്ടത് എവിടെയായിരുന്നു? പറയേണ്ടത് ഇവർ നിയമസഭയിലായിരുന്നു. നിയമസഭയിൽ ഒരു അക്ഷരം മിണ്ടിയില്ല. നിയമസഭയിൽ ഒരു അക്ഷരം മിണ്ടാതെ അവര് നേരെ മുനമ്പത്ത് വന്ന് മുനമ്പത്ത് പറയാം ഞങ്ങൾ. മറ്റൊരു കാര്യമുണ്ടല്ലോ ശ്രീ ജിജി, ഇപ്പോൾ അല്ല ജിജി, 2 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നേരത്തെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ വന്നിട്ടുണ്ട്. ഒരു ഫെബ്രുവരിയോട് കൂടി ഒരു തീരുമാനത്തിലേക്ക് വരാമെന്ന രീതിയിലാണ് ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. മുനമ്പം ജനത തങ്ങളുടെ രേഖകൾ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെയാണ് കോടതിയിലെ നിയമ പോരാട്ടത്തിൽ വ്യത്യസ്ത നിലപാടെടുക്കാമെന്ന് സർക്കാർ പറയുന്നത്. അപ്പോൾ മുനമ്പം ജനതയുടെ ഈ സമരത്തിന് ഒരു ഗുണമുണ്ടാകാൻ പോകുന്നു, അല്ലെങ്കിൽ വഴങ്ങുന്നു എതിർപക്ഷത്തുള്ളവർ എന്നൊരു തോന്നൽ ഉണ്ടായിട്ടില്ലേ? അങ്ങനെ ഒരു കാര്യം നടക്കുന്നില്ല എന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, തോന്നലുണ്ടാക്കാൻ ചിലപ്പോ മുനമ്പത്തുള്ള ആളുകളെ തോന്നിപ്പിക്കാൻ ചിലപ്പോ പറ്റിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഈ ജുഡീഷ്യൽ കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ 100% ഞങ്ങളുടെ സമരം ഞങ്ങൾ വിജയിക്കും, ഞങ്ങൾക്ക് ഈ ഭൂമി കിട്ടുമെന്ന് ഈ സമരസമിതിയുടെ കൺവീനർ ജോസഫ് ബെന്നിയെ പോലുള്ള ആളുകൾ പറയുന്നത്. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഈ ജുഡീഷ്യൽ കമ്മീഷൻ ഇത് വഖഫ് ഭൂമി അല്ല എന്ന രീതിയിൽ കണ്ടെത്തി വഖഫ് ബോർഡ് സമ്മതിച്ച് കോടതിയിൽ കൊണ്ടുപോയി കൊടുത്തെന്നിരിക്കട്ടെ, എങ്കിൽ പോലും ഈ 2 പേര് വഖഫ് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ 2 പേര് കൊടുത്തിട്ടുണ്ടല്ലോ, അവർ വീണ്ടും കോടതിയിൽ പോയാൽ ഇതിന് നിയമസാധുതയുണ്ടോ? അതാണ് എന്റെ ചോദ്യം. നിൽക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ പരിമിതമായ അറിവ് വെച്ച് ഞാൻ പറയുന്നത് അത് നിൽക്കില്ല. കാരണം 95-ൽ കൊണ്ടുവന്ന നിയമം അനുസരിച്ച് കേന്ദ്ര നിയമം അത് തിരുത്താതെ ഇവിടെ എന്ത് കാണിച്ചാലും, സ്റ്റേറ്റ് എന്തൊക്കെ നിലപാടെടുത്താലും
ആ നിയമം മാറാതെ ഇതിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് എന്റെ വിശ്വാസം. ശരി, ഫാദർ ജോഷി മയ്യാറ്റിൽ, ആരൊക്കെയാണ് ഇക്കാര്യത്തിൽ ഇരട്ടത്താപ്പ് ഇപ്പോൾ കാണിക്കുന്നത്? സർക്കാർ ചില നടപടികളിലേക്ക് പോകുന്നുണ്ട് എന്ന് ഒരു തോന്നലുണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ എന്തായാലും. അതോടൊപ്പം തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് മുനമ്പം സമരത്തിൽ പട്ടിണി കിടക്കുന്ന ആളുകൾക്ക്